ഹലോ, വെൽക്കം ടു മാത്സ് സർവൈവൽ. SLC എക്സാമിന് മുന്നോടിയായിട്ട് ഇന്ന് എല്ലാ ചാപ്റ്ററിൽ നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യുന്നത്. നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. The first term of an arithmetic sequence is 6 and the sum of the first 6 terms is 66. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ ആദ്യം നമ്മൾ എഴുതേണ്ടത് തന്നിരിക്കുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ട്? ഫസ്റ്റ് ടൈം 6 ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ടൈമിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് x1 എന്നുള്ള ലെറ്റർ ഉപയോഗിച്ചാണ്. അപ്പോൾ x1 ഈക്വൽ ടു 6 എന്ന് തന്നിട്ടുണ്ട്. പിന്നെ സം ഓഫ് ദ ഫസ്റ്റ് 6 ടേംസ് ഈസ് 66. അപ്പോൾ ആദ്യത്തെ 6 ടേംസിൻ്റെ സം 66 ആണ് അല്ലേ. അപ്പോൾ അതിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന S6 ഉപയോഗിച്ചാണ്, വിച്ച് ഇസ് ഈക്വൽ ടു 66 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇനി ക്വസ്റ്റ്യനിലേക്ക് വരാം. ആദ്യം നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വാട്ട് ഈസ് ദ 6th ടേം. x6 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ x6 കണ്ടുപിടിക്കാൻ ആദ്യത്തെ 6 ടേമിൻ്റെ സം നമുക്ക് തന്നിട്ടുണ്ട്, ഫസ്റ്റ് ടേമും തന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഉൾപ്പെടുന്ന ഒരു ഇക്വേഷൻ എന്നാ? സമ്മിൻ്റെ ഇക്വേഷനാണ് അല്ലേ. സം S6 ഈക്വൽ ടു n/2 ഇൻറ്റു x1 പ്ലസ് xn. ഇവിടുത്തെ n എത്രയാണ്? ഇവിടെ n 6 ആണ്, കാരണം ആദ്യത്തെ 6 ടേമുകളുടെ സമ്മാണ് നമുക്ക് തന്നിരിക്കുന്നത്. അതുകൊണ്ട് n 6 ആണ്, നമ്പർ ഓഫ് ടൈം 6 ആണ്. പിന്നെ നമുക്ക് ഈ തന്നിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഈക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എന്ത് വരും? S6 66 അല്ലേ. 66 ഈക്വൽ ടു n/2, 6/2 ഇൻറ്റു ഫസ്റ്റ് ടൈം പ്ലസ് ലാസ്റ്റ് ടൈം. ഫസ്റ്റ് ടൈം 6 ആണ്, പ്ലസ് ലാസ്റ്റ് ടൈം നമുക്കറിയില്ല. ലാസ്റ്റ് ടൈം എന്ന് പറയുമ്പോൾ ഇവിടെ 6ാമത്തെ ടൈമാണ്. സോ 66 ഈക്വൽ ടു 6/2 എത്രയാണ്? 3 ഇൻറ്റു 6 പ്ലസ് xn എന്ന് വരും. ആൻഡ് ഈ 6 പ്ലസ് xn ഇവിടെ നിർത്തുക. 3 വെച്ച് രണ്ട് സൈഡിലും ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് വരും? 66/3 എന്ന് വരും, വിച്ച് ഇസ് ഈക്വൽ ടു 22. ആൻഡ് xn ഈക്വൽ ടു 22 മൈനസ് 6, വിച്ച് ഇസ് ഈക്വൽ ടു 16. അപ്പം നമ്മുടെ 6ാമത്തെ ടൈം x6 ഈക്വൽ ടു 16 ആണ്. നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദ കോമൺ ഡിഫറൻസ് എന്നാണ്. ബി ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദ കോമൺ ഡിഫറൻസ് എന്നാണ്. കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് എന്തൊക്കെയുണ്ട്? ഫസ്റ്റ് ടൈം ഉണ്ട്, ഫസ്റ്റ് ടൈം നമുക്കുണ്ട്, അതുപോലെ 6ാമത്തെ ടൈമും ഉണ്ട്. അപ്പോൾ രണ്ട് ടൈമിലേക്കുള്ള ഡിഫറൻസ് എങ്ങനെ കണ്ടുപിടിക്കാം? ഫസ്റ്റ് ടൈമിൽ നിന്ന് 6ാമത്തെ ടൈമിലേക്ക് എത്താൻ എത്ര തവണ കോമൺ ഡിഫറൻസ് കൂട്ടണം? 5 തവണ കോമൺ ഡിഫറൻസ് കൂട്ടണം അല്ലേ. n-1 ടൈംസ് കോമൺ ഡിഫറൻസ് കൂട്ടണം. അപ്പോൾ നമുക്ക് 6ാമത്തെ ടൈം കിട്ടും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ x1 എത്രയാണ് നമുക്കുണ്ട്? x1 ഈക്വൽ ടു 6 പ്ലസ് 5d ഈക്വൽ ടു x6. x6 16 ആണ്. സോ 5d ഈക്വൽ ടു 16 മൈനസ് 6 ആൻഡ് ഇറ്റ് ഈസ് ഈക്വൽ ടു 10. സോ 5d 10 ആണ്. അങ്ങനെയാണെങ്കിൽ d എന്ത് വരും? d ഈക്വൽ ടു 10/5 ആൻഡ് വിച്ച് ഈസ് ഈക്വൽ ടു 2 എന്ന് വരും. ഇപ്പോൾ കോമൺ ഡിഫറൻസ് 2 ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ 6 ടൈംസ് നമുക്ക് എഴുതാമല്ലോ. ആദ്യത്തെ 6 ടൈംസ് ഏതൊക്കെയാണ്? ആദ്യത്തെ ടൈം നമുക്ക് ഓൾറെഡി ഉണ്ട് 6, കോമൺ ഡിഫറൻസ് 2 ആണ്. അപ്പോൾ രണ്ടാമത്തെ ടൈം കണ്ടുപിടിക്കാൻ ഫസ്റ്റ് ടൈമിനോടുകൂടി കോമൺ ഡിഫറൻസ് കൂട്ടുക, അപ്പോൾ 8 കിട്ടും. അടുത്തത് 8നോട് കൂടി വീണ്ടും 2 കൂട്ടുമ്പോൾ 10, പിന്നെ 12, 14 ആൻഡ് 16. ഇതാണ് ആദ്യത്തെ 6 ടൈംസ്. നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയല്ലേ. ഫസ്റ്റ് ടൈം 6 ആയിരുന്നു, ലാസ്റ്റ് ടൈം 16 ആയിരുന്നു. ഇത് കറക്റ്റായിട്ട് കിട്ടി. അപ്പം അങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും. അടുത്ത ക്വസ്റ്റ്യൻ. The sides of a rectangle are parallel to the axis and the coordinates of its opposite vertices are 5, 1 and 2, 3. What are the coordinates of the other two vertices? ഒരു റെക്റ്റാങ്കിളിൻ്റെ സൈഡുകൾ എക്സ് ആക്സിസിനോടും വൈ ആക്സിസിനോടും പാരലലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ രീതിയിൽ ഫിഗർ വരച്ചത്. ഇനി നമുക്ക് തന്നിരിക്കുന്ന രണ്ട് കോർഡിനേറ്റ്സും ഇതിൻ്റെ രണ്ട് ഓപ്പോസിറ്റ് കോർഡിനേറ്റുകളാണ്. ആ രണ്ട് കോർഡിനേറ്റ്സും പോസിറ്റീവ് ആയതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ തന്നെ വരച്ചിരിക്കുന്നത്. ഇനി ഓപ്പോസിറ്റ് കോർഡിനേറ്റുകൾ 5, 1ഉം 2, 3 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു കറക്റ്റായിട്ടുള്ള രീതിയിൽ അത് മാർക്ക് ചെയ്യുക. 5, 1 എന്ന് പറയുമ്പോൾ ഏകദേശം എവിടെ വരും? ഇവിടെ വരും അല്ലേ. 5, 1. അതുപോലെ 2, 3 എന്ന് പറയുമ്പോൾ ഇവിടെ വരും ആ കോർഡിനേറ്റ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സ് കോർഡിനേറ്റുകളും വൈ കോർഡിനേറ്റുകളും നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ ഈ പോയിൻ്റ് ഏതായിരിക്കും? എക്സ് ആക്സിസിനോട് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈ പോയിൻ്റ്, ഇത് എക്സ് ആക്സിസും ഇത് വൈ ആക്സിസുമാണ്. അപ്പോൾ എക്സ് ആക്സിസിനോട് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈ പോയിൻ്റ് ഏതായിരിക്കും? ഇത് 5 ആയിരിക്കും അല്ലേ. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള 5, 1 ആണ് പോയിൻ്റ്. അപ്പോൾ ഈ പോയിൻറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വൈ
കോർഡിനേറ്റിലെ പോയിന്റ് ഇതാണ്. അപ്പോൾ ഇത് 1 ആയിരിക്കും. അതുകൊണ്ടാണ് ഇത് 5 1 വന്നത്. ഇനി 2 3 എന്നാണ് ഈ മുകളിലെ കോർഡിനേറ്റ്. അപ്പോൾ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സ് കോർഡിനേറ്റ് 2ഉം വൈ കോർഡിനേറ്റ് 3ഉം ആയിരിക്കും. നമ്മളൊരു പോയിന്റ് ഓർഡേർഡ് പെയറിൽ എക്സ് വൈ എന്ന് എഴുതുമ്പോൾ ഈ ഫസ്റ്റ് വൺ സൂചിപ്പിക്കുന്നത് എക്സ് ആക്സിസിലെ പോയിന്റിനെയാണ്, സെക്കൻഡ് വൺ സൂചിപ്പിക്കുന്നത് വൈ ആക്സിസിലെ പോയിന്റിനെയാണ്. അപ്പം അതുകൊണ്ടാണ് ഈ രീതിയിൽ എഴുതിയത്. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്കിനി ഈസി ആയിട്ട് ഈ പോയിന്റ് കണ്ടുപിടിക്കാമല്ലോ. ഈ പോയിന്റ് ഏതായിരിക്കും? ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സ് ആക്സിസിലെ പോയിന്റ് ഏതാ? 2 ആണ്. അതുപോലെ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വൈ ആക്സിസിലെ പോയിന്റ് ഏതാ? 1 ആണ്. അപ്പോൾ 2 1 ആണ് ഈ പോയിന്റ്. ഇനി ഈ പോയിന്റും കണ്ടുപിടിക്കാമല്ലോ. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സ് ആക്സിസിലെ പോയിന്റ് 5, വൈ ആക്സിസിലെ പോയിന്റ് 3. നമുക്കിത് ശരിയാണോ എന്ന് ചെക്ക് ചെയ്യാം അല്ലേ? ഓപ്പോസിറ്റ് വെർട്ടെക്സിലെ എക്സ് കോർഡിനേറ്റുകൾ ആഡ് ചെയ്തിട്ട് മൂന്നാമത്തെ വെർട്ടെക്സിൻ്റെ എക്സ് കോർഡിനേറ്റ് കുറയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് നാലാമത്തെ വെർട്ടെക്സിലെ എക്സ് കോർഡിനേറ്റ് ആണെങ്കിൽ അത് കറക്റ്റ് ആയിരിക്കും. ഇപ്പം ഇവിടെ ഓപ്പോസിറ്റ് വെർട്ടിസസ് ഇതായിട്ട് എടുക്കാവേ, 2 3 5 1. അത് ഓൾറെഡി തന്നിരിക്കുന്നതാണല്ലോ. അപ്പം നോക്കിയാൽ എക്സ് കോർഡിനേറ്റ് ഏതൊക്കെയാണ്? ഇവിടെ 2ഉം അതുപോലെ ഇവിടെ 5ഉം ആണ്. 2ഉം 5ഉം ആഡ് ചെയ്തപ്പോൾ 7 കിട്ടി. 7ൽ നിന്ന് നമ്മൾ വേറെ ഏതെങ്കിലും ഒരെണ്ണം കുറച്ചു, 5 കുറച്ചു. 7 - 5 അപ്പോൾ എത്ര കിട്ടി? 2. അത് നാലാമത്തെ കോർഡിനേറ്റ് എക്സ് കോർഡിനേറ്റ് അല്ലേ? ഇനി വൈ കോർഡിനേറ്റുകൾ നമ്മൾ ആഡ് ചെയ്തേ. 3 ഇവിടെ 1, 3 1 4, 4ൽ നിന്ന് 3 പോയാൽ 1, 2 1. അപ്പോൾ അത് കറക്റ്റാണ്. അപ്പോൾ എല്ലാം കറക്റ്റാണ്. സോ ഇതാണ് നമ്മുടെ കോർഡിനേറ്റുകൾ. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ചെക്ക് ചെയ്യാം. അല്ലെങ്കിൽ ആദ്യത്തെ 3 എണ്ണം കണ്ടുപിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈസി ആയിട്ട് നാലാമത്തത് ഈ പറഞ്ഞ രീതിയിൽ, അതായത് ഡയഗണൽ എലമെൻസിൻ്റെ എക്സ് കോർഡിനേറ്റുകൾ ആഡ് ചെയ്തിട്ട് മൂന്നാമത്തേൻ്റെ എക്സ് കോർഡിനേറ്റ് കുറയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന നാലാമത്തേൻ്റെ എക്സ് കോർഡിനേറ്റ് ആയിരിക്കും. വൈ കോർഡിനേറ്റിൻ്റെ കാര്യത്തിലും അതുപോലെ തന്നെ. അടുത്ത ക്വസ്റ്റ്യൻ മാത്തമാറ്റിക്സ് ഓഫ് ചാൻസ് എന്ന ചാപ്റ്ററിലെയാണ്. There are 60 students in a class among which 30 are boys. In another class there are 50 students among which 25 of them are boys. If one from each class is selected, what is the probability of both being girls? Second one, what is the probability of having at least one girl? അപ്പം ഒരു ക്ലാസ്സിൽ 60 സ്റ്റുഡൻസ് ഉണ്ട്, അതുപോലെ അടുത്ത ക്ലാസ്സിൽ 50 സ്റ്റുഡൻസ് ഉണ്ട്. അപ്പോൾ ആ 60 സ്റ്റുഡൻസ് ഉള്ള ക്ലാസ്സിൽ നമുക്ക് ക്ലാസ് 1 എന്നും സെക്കൻഡ് വണ്ണിന് ക്ലാസ് 2 എന്നും കൊടുക്കാം. ക്ലാസ് 1 ആൻഡ് ക്ലാസ് 2. അപ്പോൾ ആദ്യത്തെ ക്ലാസ്സിൽ ടോട്ടൽ 60 സ്റ്റുഡൻസ് ഉണ്ട്. അപ്പോൾ അതിൽ എത്ര പേര് ബോയ്സ് ഉണ്ട്? 30 പേര് ബോയ്സ് ആണ്. 30 ആർ ബോയ്സ് എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ 30 ബോയ്സ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ബാക്കി എത്ര ഗേൾസ് ഉണ്ടായിരിക്കും? 30 ഗേൾസ് ആയിരിക്കും. ഇനി ക്ലാസ് 2വിൻ്റെ കാര്യം പറയുന്നത് അതിൽ ആകെ 50 സ്റ്റുഡൻസ് ആണുള്ളത്. അതിൽ 25 പേര് ബോയ്സ് ആണെന്ന് പറയുന്നു. 25 പേര് ബോയ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ 50 സ്റ്റുഡൻസാണ് ഉള്ളത് അല്ലേ? അപ്പോൾ ബാക്കി 25 പേര് ഗേൾസ് ആയിരിക്കും. വൺ ഫ്രം ഈച്ച് ക്ലാസ് ഈസ് സെലക്റ്റഡ്. 2 ക്ലാസ്സിൽ നിന്നും ഓരോരുത്തരെ സെലക്ട് ചെയ്തു. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ബോത്ത് ബീയിങ് ഗേൾസ്? 2 പേരും ഗേൾസ് ആവാനായിട്ടുള്ള പ്രോബബിലിറ്റിയാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യനിൽ ടോട്ടൽ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് രണ്ടിൻ്റെയും ടോട്ടലിൻ്റെ പ്രൊഡക്റ്റ് ആയിരിക്കും. അപ്പോൾ ഇവിടുത്തെ ടോട്ടൽ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് ടോട്ടൽ പ്രോബബിലിറ്റി ഈക്വൽ ടു 60 × 50 ആയിരിക്കും. അപ്പോൾ അതെങ്ങനെ തന്നെ ഇട്ടാൽ മതി, കാരണം നമ്മൾ മറ്റേത് ചെയ്യുമ്പോൾ വെട്ടിപ്പോകാനൊക്കെയുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതിങ്ങനെ തന്നെ ഇടുക. ഇനി ക്ലാസ് 1ലെ വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ബോത്ത് ബീയിങ് ഗേൾസ്? ഇപ്പോൾ 2 ഗേൾസ് ആയിരിക്കണം. ഇപ്പോൾ ഒരു ബോയ് വന്നാൽ പോലും പറ്റില്ല. ഇപ്പോൾ 2 ഗേൾസ് ആവാനായിട്ടുള്ള പ്രോബബിലിറ്റി ഇത് 2 ആണ് അല്ലേ? ഇതിൽ 30 ഗേൾസ് ഉണ്ട്, ഇവിടെ 25 ഗേൾസ് ഉണ്ട്. അപ്പോൾ 2 ഗേൾസ് ആവാനുള്ള പ്രോബബിലിറ്റി ആണ് എന്താണ്? പ്രോബബിലിറ്റി ഓഫ് ബോത്ത് ബീയിങ് ഗേൾസ്. both being girls equal to ആകെ ടോട്ടൽ പ്രോബബിലിറ്റി ഏതാണ്? 60 × 50 ആണ്. ടോട്ടൽ ചാൻസ് 60 × 50 ആണ്. അതിൽ ഗേൾസ് 2 ഗേൾസ് ആവാനായിട്ടുള്ള ചാൻസ് 30 × 25 ആണ്. കാരണം 30 ഗേൾസും ഒരു ക്ലാസ്സിൽ 30 ഗേൾസും മറ്റേ ക്ലാസ്സിൽ 25 ഗേൾസും ഉള്ളത്. ബോയ്സിൻ്റെ നമ്മളവിടെ കൂട്ടുകയേ ചെയ്യേണ്ട, ടോട്ടലിൽ മാത്രം കൂട്ടിയാൽ മതി. അപ്പോൾ ടോട്ടൽ പ്രോബബിലിറ്റി താഴെ വരും, മേളിൽ ഗേൾസ് ആവാനായിട്ടുള്ള പ്രോബബിലിറ്റി വരും, ചാൻസും വരും. എന്നിട്ട് ഇത് കട്ട് ചെയ്യുക. കട്ട് ചെയ്യുമ്പോൾ 0 2 കട്ട് ചെയ്ത് പോകും. 3-നകത്ത് ഒരു 3, 6-നകത്ത് 2 3, 25 ഒരു തവണ, 50-ൽ 2 തവണ 25. ഇപ്പോൾ എന്ത് വരും? ആൻസർ ഈസ് 1/4 എന്ന് വരും. സോ ഇതാണ് രണ്ടും ഗേൾസ് ആവാനായിട്ടുള്ള പ്രോബബിലിറ്റി. ഇനി ബി ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഹാവിങ് അറ്റ്ലീസ്റ്റ് 1 ഗേൾ? ഒരു ഗേൾ എങ്കിലും ഉണ്ടാവാനായിട്ടുള്ള പ്രോബബിലിറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. പ്രോബബിലിറ്റി ഓഫ് അറ്റ്ലീസ്റ്റ് 1 ഗേൾ.
അറ്റ്ലീസ്റ്റ് 1 ഗേൾ വിച്ച് ഈസ് ഈക്വൽ ടു, നമുക്കറിയാം ടോട്ടൽ പ്രോബബിലിറ്റി എത്ര തന്നെയായിരിക്കും, ഈ 60 × 50 തന്നെയായിരിക്കും. അപ്പോൾ 60 × 50 എന്ന് വരും. ഇനി മുകളിൽ അറ്റ്ലീസ്റ്റ് 1 ഗേൾ, ഒരു ഗേളെങ്കിലും വരാനായിട്ടുള്ള പ്രോബബിലിറ്റി നോക്കണം. അപ്പോൾ ഒരു ഗേളെങ്കിലും വരാനുള്ള പ്രോബബിലിറ്റി, ആദ്യത്തെ ക്ലാസ്സിലത്തെ ഗേൾ നോക്കുക, 30 ഗേൾസാണ് ഉള്ളത്. അപ്പോൾ രണ്ടാമത്തെ ക്ലാസ്സിൽ ബോയ്സ് ആകാം അല്ലേ, 30 ഗേൾസും ആദ്യത്തെ ക്ലാസ്സിലെ ഗേൾസും രണ്ടാമത്തെ ക്ലാസ്സിലെ ബോയ്സും ആകാം. അപ്പോഴും അവിടെ അറ്റ്ലീസ്റ്റ് 1 ഗേൾ, ഒരു പാർട്ട് ഗേൾ വന്നല്ലോ. ഇനിയിപ്പം ആദ്യത്തെ ക്ലാസ്സിലെ ഇത് രണ്ടും ആകാം, അല്ലെങ്കിൽ ആദ്യത്തെ ക്ലാസ്സിലെ ബോയ്സും രണ്ടാമത്തെ ക്ലാസ്സിലെ ഗേൾസും ആകാം. അപ്പോഴും അവിടെ അറ്റ്ലീസ്റ്റ് 1 ഗേൾ വന്നല്ലോ. ഇനി മൂന്നാമതൊരു പ്രോപ്പർട്ടി ഉള്ള 2 ക്ലാസ്സിൽ നിന്നും ഗേൾസിനെ തന്നെ സെലക്ട് ചെയ്യാം. അപ്പോഴും അറ്റ്ലീസ്റ്റ് 1 ഗേൾ വന്നല്ലോ. അപ്പോൾ ആദ്യത്തെ ക്ലാസ്സിൽ നിന്ന് ബോയെ സെലക്ട് ചെയ്തിട്ട് രണ്ടാമത്തെ ക്ലാസ്സിൽ നിന്ന് ഗേളിനെ സെലക്ട് ചെയ്യാം. രണ്ടാമത്തെ ക്ലാസ്സിൽ നിന്ന് ബോയെ സെലക്ട് ചെയ്തിട്ട് ആദ്യത്തെ ക്ലാസ്സിൽ നിന്ന് ഗേളിനെ സെലക്ട് ചെയ്യാം. ലാസ്റ്റ് പ്രോബബിലിറ്റി ഉള്ളത് 2 ക്ലാസ്സിൽ നിന്ന് ഗേൾസിനെ സെലക്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ ഒരു ചോയ്സ് മാത്രമേ പോകുന്നുള്ളൂ, ഏതാണ്? 2 ക്ലാസ്സിൽ നിന്നും ബോയ് വരാനായിട്ടുള്ള ചാൻസ് മാത്രമേ ഇവിടെ പോകുന്നുള്ളൂ. കാരണം 2 ക്ലാസ്സിൽ നിന്നും ബോയ് വന്നാൽ അവിടെ അറ്റ്ലീസ്റ്റ് 1 ഗേൾ ഇല്ല, ഒരു ഗേളെങ്കിലും അറ്റ്ലീസ്റ്റ് ഇല്ല. അപ്പം നമുക്കുള്ള പ്രോബബിലിറ്റികളെല്ലാം കൂട്ടണം. അപ്പോൾ ആദ്യം എത്രയായിരുന്നു? ആദ്യത്തെ ക്ലാസ്സിൽ നിന്ന് ബോയ്, ഇപ്പോൾ ബോയ്സിൻ്റെ എണ്ണം 30 ഇൻറ്റു രണ്ടാമത്തെ ക്ലാസ്സിലെ ഗേൾസിൻ്റെ എണ്ണം എത്രയാണ്? 25 പ്ലസ് 30 × 25 പ്ലസ് ആദ്യത്തെ ക്ലാസ്സിലെ ഗേൾസ് അതെത്രയാണ്? 30. രണ്ടാമത്തെ ക്ലാസ്സിലെ ബോയ് 25, 30 × 25 പ്ലസ് ന്യൂമറേറ്ററിൽ വരാനായിട്ടുള്ള പ്രോബബിലിറ്റി ആണ് പിന്നെ വരുന്നത് ഗേൾസ് ഇൻറ്റു ഗേൾസ്, ദാറ്റ് ഈസ് 30 × 25. ഒന്നുകൂടി എഴുതാം. നമുക്ക് ഇതിന് വരുന്ന പ്രോബബിലിറ്റി 30 × 25 പ്ലസ് 30 × 25 പ്ലസ് ഗേൾസ് ഇൻറ്റു ഗേൾസ് അല്ലേ. അപ്പോൾ അതും എത്ര വരും? 30 × 25. എല്ലാത്തിലും 30 × 25 ആണ്. ഡിവൈഡഡ് ബൈ നമ്മുടെ ടോട്ടൽ പ്രോബബിലിറ്റി 60 × 50. ഓക്കെ, ഇനി നമുക്ക് ആഡ് ചെയ്യാം. 30 × 25 എത്രയാ? 3 × 30 × 25 നോക്കിയാൽ മതി അല്ലേ, കാരണം 3ഉം 30 × 25 വരുന്നത്. അപ്പോൾ 3 തവണ 30 × 25 വരുന്നുണ്ട്. 30 × 25 ബൈ 60 × 50. സോ ക്യാൻസൽ ചെയ്യാം. 30, 2, 25 1, ഇവിടെ 2. അപ്പോൾ ടോട്ടൽ എത്ര വരും? 3 × 1 3, അഗെയിൻ × 1 3 തന്നെ. അപ്പോൾ 3/4. 3/4 ആണ് പ്രോബബിലിറ്റി. ഒരു ഗേളിനെങ്കിലും സെലക്ട് ചെയ്യാനുള്ള പ്രോബബിലിറ്റി 3/4 ആണ്. അപ്പോൾ ഇതുപോലെ ഒരു ബോയ് ആണെങ്കിൽ എന്ത് ചെയ്തേനെ? നമ്മൾ ആദ്യത്തെ ക്ലാസ്സിലെ ബോയും രണ്ടാമത്തെ ക്ലാസ്സിലെ ഗേളുമായിട്ട് എടുക്കാം, അല്ലെങ്കിൽ ആദ്യത്തെ ക്ലാസ്സിലെ ഗേളും രണ്ടാമത്തെ ക്ലാസ്സിലെ ബോയുമായിട്ട് എടുക്കാം, രണ്ടും കൂടെ ബോയുമായിട്ടും എടുക്കാം. അപ്പോൾ അങ്ങനെ നമുക്ക് ഈ അറ്റ്ലീസ്റ്റ് അല്ലെങ്കിൽ ബോത്ത് വരുന്ന പ്രോബ്ലംസ് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ സർക്കംറേഡിയസ് ഓഫ് എ ട്രയാങ്കിൾ ഹൂസ് വൺ ഓഫ് ദ ആംഗിൾസ് ഈസ് 120 ഡിഗ്രി ആൻഡ് ദ സൈഡ് ഓപ്പോസിറ്റ് ടു ദിസ് ഈസ് 6 സെൻറ്റിമീറ്റർ. അപ്പം ഒരു ട്രയാങ്കിളിൻ്റെ ഒരു സർക്കിളിൻ്റെ കാര്യമാണ് പറയുന്നത്. സർക്കിൾ എന്ന് പറഞ്ഞാൽ 3 ആംഗിൾസും സർക്കിളെ ടച്ച് ചെയ്തിരിക്കുന്ന സർക്കിളിനെയാണ് സർക്കിൾ പറയുന്നത്. അതിൻ്റെ ഒരു ആംഗിൾ 120 ഡിഗ്രി ആണെന്ന് തന്നിട്ടുണ്ട്. അതുപോലെ ഈ ആംഗിളിൻ്റെ ഓപ്പോസിറ്റുള്ള സൈഡ് 6 സെൻറ്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇതിൻ്റെ സർക്കംറേഡിയസ് ആണ്. സർക്കംറേഡിയസ് എന്ന് പറഞ്ഞാൽ ഈ ട്രയാങ്കിൾ ഇരിക്കുന്ന സർക്കിളിൻ്റെ റേഡിയസ്. അപ്പോൾ ഇതാണ് സർക്കിളിൻ്റെ സെൻറ്റർ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കൊരു റിലേഷൻ ഉണ്ട്. Length of an arc equal, length of the chord equal to length of the chord equal to 2r sin theta. ഇങ്ങനെ ഒരു ഇക്വേഷൻ നമുക്കുണ്ട്. അതായത് ഏതൊരു കോഡിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കാൻ 2 × r, r means radius of the circle which is equal into sin theta. സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ ആ കോഡിൻ്റെ സെൻട്രൽ ആംഗിളിനെ ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മളിവിടെ എടുക്കുന്ന കോഡ്, ഇതിന് ഞാനൊരു പേര് കൊടുക്കാം, എ ബി എന്നുള്ള കോഡാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ എ ബി എന്നുള്ള കോഡിൻ്റെ സെൻട്രൽ ആംഗിൾ എന്ത് വരും? ഇതിൻ്റെ 2 എൻഡിനെയും ഈ സെൻറ്ററിനോട് ജോയിൻ ചെയ്യുമ്പോൾ കിട്ടുന്ന ആംഗിളിനെയാണ് സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്നത്. അതായത് ഈ ആംഗിളാണ് നമ്മുടെ സെൻട്രൽ ആംഗിൾ, അതായത് ഇവിടുത്തെ തീറ്റ ഈ ആംഗിളാണ്. ഈ ആംഗിൾ ഏതാ? ആക്ച്വലി ഇതിനൊരു പേരും കൂടെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇതിന് ഒ എന്നും കൊടുക്കുകയാണെങ്കിൽ, ഈ ACBO എന്ന് പറയുന്നത് ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററലാണ്. 4
അതിൻ്റെ 4 വെർട്ടിസസും സർക്കിളിൽ ടച്ച് ചെയ്താണ് ഇരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ആംഗിളോ അല്ലെങ്കിൽ തീറ്റ എത്രയായിരിക്കും? സൈക്ലിക് ക്വാഡ്രിലാറ്ററൽസിൻ്റെ പ്രത്യേകത നമുക്കറിയാം, ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ സപ്ലിമെൻ്ററി. അതായത് ഓപ്പോസിറ്റുള്ള 2 ആംഗിൾസ് കൂട്ടുമ്പോൾ നമുക്ക് 180 കിട്ടുന്നത്. അപ്പോൾ ഇവിടെ ആംഗിൾസ് ഈ 120 ആയ സ്ഥിതിക്ക് ഈ തീറ്റ അല്ലെങ്കിൽ ആംഗിൾ O എന്ന് പറയുന്നത് എത്രയായിരിക്കും? 180 മൈനസ് 120 ആയിരിക്കും. 180 മൈനസ് 120 അത് എത്ര വരും? 60 ഡിഗ്രി വരും. അപ്പോൾ ഇവിടുത്തെ തീറ്റ 60 ഡിഗ്രിയാണ്. ലെങ്ത് ഓഫ് ദ കോഡായിട്ട് നമ്മൾ എടുക്കുന്ന എ ബി ആണ്. എ ബി ഈക്വൽ ടു 2 ഇൻറ്റു ആർ ഇൻറ്റു സൈൻ തീറ്റ. തീറ്റയ്ക്ക് പകരം എത്ര വരും? 60 ഡിഗ്രി എന്ന് വരും. അപ്പോൾ എ ബിയുടെ ലെങ്ത് 6 എന്ന് നമുക്കുണ്ട്. 6 ഈക്വൽ ടു 2r സൈൻ 60 എന്ന് വരും. അപ്പോൾ സൈൻ 60യുടെ വാല്യൂ നമുക്കറിയാം അല്ലേ? 2r ഇൻറ്റു √3/2 ആണ് സൈൻ 60യുടെ വാല്യൂ. അപ്പോൾ ഈ 2ഉം കട്ട് ചെയ്ത് പോകും. സോ 6 ഈക്വൽ ടു r √3 എന്ന് വരും. ഇനി √3 വെച്ചിട്ട് 2 സൈഡിലും ഡിവൈഡ് ചെയ്യുക. നമുക്ക് എന്ത് വരും? r ഈക്വൽ ടു 6/√3 എന്ന് വരും. ഇപ്പോൾ ഡിനോമിനേറ്ററിൽ സാധാരണ √3 കിടക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് ഡിനോമിനേറ്ററിൽ √3 കളയാൻ താഴെ മേളിൽ നമ്മൾ √3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യും. സോ 6√3/3 എന്ന് വരും. ഇപ്പോൾ 3ഉം 6ഉം കട്ട് ചെയ്യുമ്പോൾ 2 വരും. ആൻസർ ഈസ് 2√3. അപ്പോൾ അതാണ് നമ്മുടെ ഈ സർക്കിളിൻ്റെ റേഡിയസ്. അപ്പോൾ അതിന് നമ്മൾ ഉപയോഗിച്ച ഇക്വേഷൻ ലെങ്ത് ഓഫ് ദ കോഡ് ഈക്വൽ ടു 2r സൈൻ തീറ്റ എന്നുള്ള ഇക്വേഷനാണ്. r എന്ന് പറയുന്ന സർക്കം റേഡിയസ് ആണ്. തീറ്റ എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്ന കോഡിൻ്റെ സെൻട്രൽ ആംഗിളാണ്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. എ കോൺ ഓഫ് ഹൈറ്റ് 8 cm ഈസ് ടു ബി മെയ്ഡ് യൂസിങ് എ സെക്ടർ ഓഫ് സർക്കിൾ ഓഫ് റേഡിയസ് 10 cm. What should be the central angle of the sector and calculate the volume and curved surface area of the cone? അപ്പോൾ നമ്മൾ ആദ്യം നോക്കണം, തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ ലെറ്റർ ഉപയോഗിച്ചിട്ട് എഴുതണം. ആദ്യം തന്നിരിക്കുന്ന കോൺ ഓഫ് ഹൈറ്റ് 8 cm എന്നാണ്. അപ്പോൾ എച്ച് കോണിൻ്റെ ഹൈറ്റിനെ നൊട്ടേറ്റ് ചെയ്യുന്ന ലെറ്റർ എച്ച് ആണ്. അത് 8 cm തന്നിട്ടുണ്ട്. പിന്നെ സർക്കിൾ ഓഫ് ഈസ് ടു ബി മെയ്ഡ് യൂസിങ് എ സെക്ടർ ഓഫ് സർക്കിൾ ഓഫ് റേഡിയസ് 10 cm. അതായത് സർക്കിളിൻ്റെ ഒരു ചെറിയ ഭാഗം സെക്ടർ ഉപയോഗിച്ചാണ് ഈ കോൺ ഉണ്ടാക്കിയേക്കുന്നത്. ആ സർക്കിളിൻ്റെ റേഡിയസ് ആണ് എന്ത്? 10 cm എന്ന് പറയുന്നത്. അപ്പോൾ സർക്കിളിൻ്റെ റേഡിയസ് കോണിൻ്റെ എന്താണ്? റേഡിയസ് ഓഫ് സർക്കിൾ ഈക്വൽ ടു കോണിനെ സംബന്ധിച്ച് കോണിൻ്റെ സ്ലാൻ ഹൈറ്റ് ആണ് സർക്കിളിൻ്റെ റേഡിയസ് അല്ലേ? അപ്പോൾ അത് സ്ലാൻ ഹൈറ്റ് ഓഫ് ദ കോൺ ആണ്. ഇപ്പോൾ സ്ലാൻ ഹൈറ്റിനെ നമ്മൾ നൊട്ടേറ്റ് ചെയ്യുന്ന ലെറ്റർ എൽ ആണ്. സോ എൽ ഈക്വൽ ടു 10 cm. അത് മാറിപ്പോകരുത്. നമ്മൾ ആറിന് ഇത് കൊടുത്ത് എഴുതരുത്. കാരണം 6 അല്ല തന്നിരിക്കുന്നത്. കാരണം 6 കോണിൻ്റെ റേഡിയസിനെയാണ്, കോണിൻ്റെ ബേസ് റേഡിയസിനെയാണ് 6 എന്ന് പറഞ്ഞ ലെറ്റർ നൊട്ടേറ്റ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന സർക്കിളിൻ്റെ റേഡിയസ് ആണ്. സർക്കിളിൻ്റെ റേഡിയസ് എന്ന് പറഞ്ഞാൽ കോണിൻ്റെ സ്ലാൻ ഹൈറ്റ് ആണ്. സോ എൽ ഈക്വൽ ടു 10 cm. ഇപ്പോൾ നമുക്ക് ഒരു ഇക്വേഷൻ ഉണ്ട് ഇതിനെയൊക്കെ കണക്ട് ചെയ്യുന്നത്. x/360 ഈക്വൽ ടു r/l. അപ്പോൾ ഇവിടെ നമുക്ക് എന്തൊക്കെയായി? എല്ലും 360 മാത്രമേ അറിയത്തുള്ളൂ. എക്സ് കണ്ടുപിടിക്കണം. എക്സ് ആണ് ഇവിടുത്തെ സെൻട്രൽ ആംഗിൾ. അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. 6 നമുക്കറിയില്ല. അപ്പോൾ 6 കണ്ടുപിടിക്കാം. 6 കണ്ടുപിടിക്കാൻ ഉള്ള ഇക്വേഷൻ ഇതാണ്. √L² മൈനസ് h² which is equal to √L is 10, 10 square 100 minus h² 64 എന്ന് വരും. അപ്പോൾ √36 and it is 6 എന്ന് വരും. സോ 6 cm ആണ് എന്ത്? നമ്മുടെ കോണിൻ്റെ ബേസ് റേഡിയസ്. അപ്പോൾ നമുക്കിതൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഈ ഇക്വേഷനിൽ കൊടുക്കാം. എക്സ് നമുക്കറിയില്ല. സോ x/360 ഈക്വൽ ടു r/l. r ഈസ് 6 cm ഡിവൈഡഡ് ബൈ l ഈസ് 10 cm. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എക്സ് എന്ത് വരും? എക്സ് ഈക്വൽ ടു 6/10 ഇൻറ്റു 360 എന്ന് വരും. ഈ 360 എക്സ് വെച്ച് ഡിവൈഡ് ചെയ്തിരിക്കുവാണ്. അപ്പോൾ അപ്പുറത്തോട്ട് പോകുമ്പോൾ ഇൻറ്റു ആകും. നമുക്ക് ക്യാൻസൽ ചെയ്യാം. 0 സോ 6 ഇൻറ്റു 36 എന്ന് വരും. 6 ഇൻറ്റു 36 എത്രയാണ്? 216 ആണ്. 216 ഡിഗ്രിയാണ് നമ്മുടെ കോണിൻ്റെ സെൻട്രൽ ആംഗിൾ. ഇനി നമുക്ക് വോളിയം കർവ്ഡ് സർഫസ് ഏരിയയും കണ്ടുപിടിക്കാം അല്ലേ? അപ്പോൾ ആദ്യം വോളിയം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? കോണിൻ്റെ വോളിയം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇറ്റ് ഈസ് 1/3 πr²h. പൈയുടെ വാല്യൂ നമ്മൾ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. പൈ ആയിട്ട് തന്നെ കിടന്നോട്ടെ. സോ 1/3 ഇൻറ്റു പൈ ഇൻറ്റു r² ഇൻറ്റു h. r ഈസ് what is r of the cone 6. അപ്പോൾ 6². സോ 6 ഇൻറ്റു 6 ഇൻറ്റു h. h എത്രയാണ്? 8.
3യും 6ഉം തമ്മിൽ ക്യാൻസൽ ചെയ്ത് 2 വരും. 2 ഇൻറ്റു 6 12, 12 ഇൻറ്റു 8 96 അല്ലേ, 12 ഇൻറ്റു 8 96 എന്ന് വരും. സോ ഇറ്റ് ഈസ് 96. വോളിയത്തിൻ്റെ യൂണിറ്റ് സെൻറ്റിമീറ്റർ ക്യൂബ്, 96 സെൻറ്റിമീറ്റർ ക്യൂബ്. ഇനി നമുക്ക് കർവ്ഡ് സർഫസ് ഏരിയ കണ്ടുപിടിക്കാം. കർവ്ഡ് സർഫസ് ഏരിയയുടെ ഇക്വേഷൻ എന്താണ്? വിച്ച് ഈസ് ഈക്വൽ ടു പൈ ആർ എൽ. ഇക്വേഷൻസ് എല്ലാം ബൈ ഹാർട്ട് ചെയ്യണം കേട്ടോ. സി എസ് എ ഈക്വൽ ടു പൈ ആർ എൽ. സോ പൈ ഇൻറ്റു ആർ എത്രയാണ്? 6 റേഡിയസ് ഇറ്റ് 6 ആൻഡ് എൽ 10 ആണ്. സോ 10 ഇൻറ്റു 6 60 പൈ സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് കർവ്ഡ് സർഫസ് ഏരിയ. 60 പൈ സെൻറ്റിമീറ്റർ സ്ക്വയർ. അപ്പോൾ ഇങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ ഈ കണക്ഷൻസ് റിലേഷൻസ് എല്ലാം ഓർത്ത് വയ്ക്കുക, ഇക്വേഷൻസ് നന്നായിട്ട് പഠിക്കുക. എന്നിട്ട് നമ്മൾ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. ആദ്യം നമുക്ക് കണ്ടുപിടിക്കേണ്ടവയെല്ലാം എഴുതുക, അതിനുശേഷം നമ്മൾ ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ച് എന്താണ് കണ്ടുപിടിക്കേണ്ടതെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി ചെയ്യുക. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് എല്ലാവരും എക്സാമിന് മുമ്പായിട്ട് പഠിക്കുക. എക്സാമൊക്കെ നന്നായിട്ട് എഴുതുക. ഓൾ ദി ബെസ്റ്റ്. ബൈ.